ഇതിപ്പോ ലോൺ അങ്ങനെ ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ കിട്ടും. ഉറപ്പ് മുടക്കണ്ട. ഉറപ്പ് മുടക്കില്ല. ഈ CNG ആപ്പുകളൊക്കെ ഫുൾ ഓൺ കൊടുക്കാം. പൈസ ഇല്ലാതെ ഫുൾ ഓൺ കയറോ? ഫുൾ ഓണിൽ വേണ്ടി കൊടുക്കാം. ഉറപ്പ് മുടക്കണ്ട. എന്തായാലും മൈലേജ് എത്ര കിട്ടും? 1.5 ലക്ഷം ലോൺ കയറും. 1.5 ലക്ഷം ലോൺ കയറും. വെറും 15,000 അല്ലെങ്കിൽ 10,000 വണ്ടി ഇറക്കാം. എത്ര കൊടുക്കുള്ളൂ? അതെ. ലോൺ എത്ര കയറുമ്പോ? ഇത് ഫുൾ ഓൺ കയറും. ഫുൾ ഓണാ? 4,20,000 4,20,000 ലോൺ കയറൂലേ? അതെ. വെറും 1800 കിലോമീറ്റർ ഓടിയ വണ്ടി. ആ വണ്ടിയുള്ളൂ. അതെ. 4 മാസം പഴക്കം. 2024 മോഡല്. ഇത് 2022 മോഡൽ AC പവർ സ്റ്റാറിംഗ് വണ്ടി. AC പവർ സ്റ്റാറിംഗ് വരുന്ന സൂപ്പർ ആണല്ലേ? അതെ അതെ. 22 മോഡൽ ഉണ്ടല്ലോ. 22 മോഡൽ മുടക്കില്ല. 10 അല്ലെങ്കിൽ 10-20 മുടക്കിലൊക്കെ. അതെ അതെ. വെറും 40,000 മുടക്കില്ല നമുക്ക്. 40 വേണ്ട. എന്തായാലും പിന്നെ ഏകദേശം ഫുൾ ഓൺ കയറുന്ന വരാൻ നിലമ്പൂർ 2 പറയാന്നുള്ളൂ. ഫുള്ള് കയറും. ഫുള്ള് കയറും. ഫുൾ ഓണില് പോലെ ഇറക്കാം. അതെ അതെ. ഉറപ്പ് മുടക്കാതെ പ്രൊഫൈൽ നമ്മള് മെയിനായിട്ട് പറഞ്ഞില്ല. ആയിപ്പോ നമ്മളങ്ങനെ ഒരു ടാക്സി ഷോപ്പിലാട്ടോ മാക്സിമം ലോണും ഫുൾ ഓൺ ആണെങ്കിൽ കിടക്കുന്ന ഓട്ടോഷോളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുൾ ഓൺ ഉറപ്പ് മുടക്കാതെട്ടോ. അതേമാതിരി ചെറിയ മുടക്കില് ഒരു 10,000-20,000 മുടക്കിൽ അങ്ങനെയുണ്ട്. നമ്മളെ കോള് സിദ്ദീഖ് നമ്മളെ വീട്ടിലേക്ക് സുഖല്ലേ ഷറല്ലേ? അപ്പൊ ലൊക്കേഷൻ പിന്നെ അങ്ങനെ? ലൊക്കേഷൻ മക്കരപ്പറമ്പ്, മലപ്പുറം മക്കരപ്പറമ്പ്. മലപ്പുറം ജില്ലയിലാണ്, മക്കരപ്പറമ്പാണ്. മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലാണ്. മെയിൻ റോഡിന്റെ വക്കിൽ തന്നെയാണ്. അതെ അതെ. പിന്നെ വണ്ടികളൊക്കെ ഫുൾ ഓണല്ലോ. അതെ അതെ. നമ്മുടെ ഒരു 30 വണ്ടി ഉണ്ടായാലും 25 വണ്ടി ഫുൾ ഓണ് അല്ലെ? ആരും കൊടുക്കാത്ത മാറി കൊടുക്കുന്നില്ലേ? അത് പിന്നെ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. നമ്മൾ പറയണ്ടേ നിങ്ങൾ ഒന്നാണ്ട് പ്രൊഫൈൽ ഉഷാറുണ്ടെങ്കിൽ പിന്നെ ലോൺ എല്ലാം കയറുമല്ലേ? ചെറിയ മുടക്ക് കൊടുക്കേണ്ടി വരില്ലേ? എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ടോ? ഓട്ടോറിക്ഷകള്? ഓട്ടോറിക്ഷകള് 2 ലക്ഷം ആ ലെവലിലാണ്. അതിന് കുറഞ്ഞ വേറുണ്ടല്ലോ അല്ലേ? കുറഞ്ഞ വേറുണ്ട്. അത് ഉള്ളപ്പോ നിലവിലുള്ള ഗുഡ്സ് വണ്ടിയാണ്. ഗുഡ്സ് വണ്ടികളൊക്കെ ഉള്ളല്ലേ? ഏകദേശം എത്ര മുതൽ കൊടുക്കുന്നുണ്ട്? അത് 1.40. 1,40,000 മുതൽ ഗുഡ്സുകൾ തുടങ്ങുന്നുണ്ട്. അതെ. ആപ്പകളൊക്കെ പാസഞ്ചറുകള് അത് വണ്ടികളൊക്കെ ഉണ്ടോ? പാസഞ്ചർ ഇപ്പൊ നിലവിലില്ല. പാസഞ്ചർ വണ്ടി ആ വണ്ടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഫുൾ ഓൺ ആണ്. അത് ഫുൾ ഓൺ ആണ്. പുതിയ വണ്ടികളാണ്. ചെറിയ ലോ കിലോമീറ്റർ 1000 കിലോമീറ്റർ അല്ലേ? ചെറിയ ഓട്ടോ ഓടിയ വണ്ടി ഷോറൂം കണ്ടീഷനിൽ കൊണ്ടാക്കാം. അത് ഉറപ്പ് മുടക്കാതെ ആണല്ലോ. അതെ അതെ. ഓക്കെ. പിന്നെ അതേപോലെ ബൊലേറോ പിക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ. ബൊലേറോ പിക്കപ്പ് ഉണ്ട്. അവർക്ക് ഫുൾ ഓൺ കൊടുക്കാം. കൊടുക്കാമല്ലേ? എന്തായാലും നിങ്ങളെ പറഞ്ഞ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറ മാക്സിമം ലോൺ ആട്ടോ. അതെ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ. നമ്മളെ കടന്റെ പേരാണ് ബിസ്മി ഓട്ടോ. അതെ. ബിസ്മി ഓട്ടോ ആണ്. മക്കരപ്പറമ്പ്. മക്കരപ്പറമ്പ് 36-36 മക്കരപ്പറമ്പ് പറഞ്ഞല്ലേ? വീഡിയോയിലെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ലൊക്കേഷൻ വിട്ടുതരും. എന്തായാലും അതിന് നോക്കി വന്നാണല്ലേ? ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുമ്പോൾ ആ ചാനൽ കഴിഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളടുത്ത് നല്ല അടിപൊളി CNG ആപ്പുകളാണല്ലേ? ഒക്കെ ആകെ 1500 അതേപോലെ 4000-നുള്ളിൽ ഓടി വണ്ടികളാണ്. ഫുൾ ഓണാണ്. ഉറപ്പ് മടക്കാതെ നമുക്ക് വണ്ടി ഉണ്ടാകാം അല്ലെ? സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് ഈ വണ്ടിയുടെ മോഡൽ? ഇത് 2024 മോഡല്. അത് വെറും 5 മാസം പഴക്കമുള്ള വണ്ടി. 24 മോഡലാണ്. 5 മാസം ആകെ പഴക്കുള്ളൂ. അതെ അതെ. 4000 കിലോമീറ്റർ. 4000 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? അതെ അതെ. CNG ആണല്ലേ? ഓക്കെ. ഇത് ഓണർഷിപ്പ് എത്ര? സിംഗിളോ? അതെ അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതെ. പിന്നെ വേറെ ഒന്നും ചോദിക്കാല്ലേ? വേറെ ഒന്നും ചോദിക്കാല്ല. കമ്പനി 4 മാസം പഴക്കുള്ളൂ. കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയില്ലേ? അതെ അതെ. എത്ര നാളെ ഈ വണ്ടിക്ക് നമ്മള് ചോദിക്കണതാല്? ഈ വണ്ടി നമ്മള് 2,40,000 ചോദിക്കുന്ന റേറ്റ്. അതെ. ഓക്കെ. അതെന്തായാലും കുറച്ച് കൊടുക്കൂലേ? തീർച്ചയായിട്ടും കൊടുക്കും. അതെ. ഇതിപ്പോ ലോൺ അങ്ങനെ ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ കിട്ടും. ഉറപ്പ് മുടക്കണ്ട. ഉറപ്പ് മുടക്കില്ല. ഈ CNG ആപ്പുകളൊക്കെ ഫുൾ ഓൺ കൊടുക്കാം. പൈസ ഇല്ലാതെ. അതെ അതെ. അതേ ആൾ കേരളം കൊടുക്കുവോ? കൊടുക്കാം. നമ്മളെ കേരളത്തിൽ എവിടെയും കൊടുക്കും. നമ്മളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ പരിപാടി ഉണ്ടോ? ഓരോ ഒന്ന് ചെക്ക് ചെയ്തോ. അത് നമ്മള് പറഞ്ഞില്ലേ? ഇല്ലല്ലേ? ഏകദേശം എത്ര മൈലേജ് കിട്ടും ഇതിന്? 40 കിലോമീറ്റർ ഷുവർ ആയിട്ട് മൈലേജ് കിട്ടും. കിട്ടും. 40 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതും ഫുൾ ഓണിൽ ഉറപ്പ് മുടക്കാതെ കൊടുക്കും ചെയ്യാം. അതെ. ഓലെ വരുമ്പോ എന്തൊക്കെയാണ് കൊണ്ടേ? ഓല് ലോണിലാണെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ്. എന്തായാലും വിളിക്കുമ്പോ ഈ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കും. അതേമാതിരി തന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ. വെറും 1800 കിലോമീറ്റർ ഓടിയ വണ്ടി. ആ വണ്ടിയുള്ളൂ. അതെ. 4 മാസം പഴക്കം. 2024 മോഡല്. 24 മോഡൽ തന്നെയാണ്. 4 മാസം പഴക്കുള്ളൂ. അതെ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാല്ലോ? ഒന്നുമില്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഒക്കെ പൊട്ടിച്ചാത്ത വണ്ടിയില്ല. പുതുപുത്തൻ വണ്ടി എടുക്കുന്നവർക്ക് അതേമാതിരി കൊണ്ടുകൊടുക്കാം. അതുപോലെ കൊണ്ടുകൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പില്ലേ? അതെ അതെ. 4000 കിലോമീറ്റർ ഓടിക്കണ്ടേ? 1800. 1800 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? CNG കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിലുണ്ടല്ലേ? ഷോറൂം കണ്ടീഷൻ. പുതിയൊരു വണ്ടി എടുക്കുന്നവർക്ക് അതേമാതിരി കൊണ്ടെടുക്കാം. ചെറിയ ലോ കിലോമീറ്റർ ഓടി വണ്ടി. അതെ. എത്ര നമ്മൾ ഇതിന് വയ്ക്കണ്ടേ?
ഇതിന് 2.5 ലക്ഷം രൂപ. 2.5. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും. അതെ, ലോൺ ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ. ഉറപ്പ് കൊടുക്കണ്ട. ഉറപ്പ് കൊടുക്കണ്ട. എന്തായാലും 40 ലെവൽ മൈലേജ് കിട്ടും. തീർച്ചയായിട്ടും കിട്ടുമല്ലോ അല്ലേ? CNG ആകുമ്പോ എന്തായാലും കിട്ടും ചെയ്യുമല്ലോ. അതെ. ഓക്കെ. അതേ മാർക്കന്നെ വീണ്ടും ഉണ്ടല്ലോ. ഇത് 2023 വണ്ടി. 23 ആണല്ലേ? അതെ. ഓക്കെ. 23 10ാം മാസം വണ്ടിയാണ്. 2ാം മാസം 10. 23 10ാം മാസം വണ്ടിയാണല്ലേ? അതെ അതെ അതെ. എത്ര ഓടിക്കണെന്നാലേ? ഇത് 23,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതെ. 23 മുകളിൽ 23,000 കിലോമീറ്റർ ഓടിയുണ്ടല്ലേ? അതെ. വേറെ റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടില്ലേ? തുരുമ്പ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മള് 2.25 ലക്ഷം രൂപ ചോദിക്കണ്ടേ? അതെ. അതിലെന്തായാലും കുറച്ച് കൊടുക്കും. അതിൽ കുറച്ച് കൊടുക്കും. ലോണുകളൊക്കെ കയറി വരുമ്പോ ലോണ് ഫുൾ ലോൺ. ഫുൾ ലോണാണല്ലേ? എല്ലാ വണ്ടികളും ഫുൾ ലോൺ. ഈ പച്ചകളൊക്കെ ഫുൾ ലോണല്ലേ? അതെ. CNG ആകുമ്പോൾ എന്തായാലും 40 കിലോമീറ്റർ തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും കിട്ടും. 40-42 മൈലേജ് എന്തായാലും കിട്ടുമല്ലേ? കിട്ടും. കമ്പനി പറഞ്ഞ 1000 അല്ലേ? അതെ അതെ. നമ്മളെന്തായാലും 40 പറഞ്ഞ് കൊടുക്കും. ഫുൾ ലോൺ ആണ്. ഉറപ്പ് മുടക്കാതെ നമുക്ക് ചെറിയ പരിപാടിക്ക് പറ്റിയ വണ്ടിയില്ലേ? അതെ അതെ. അടുത്ത വണ്ടി ഗുഡ്സ് ആണല്ലോ. ഇത് ഗുഡ്സ്. അതിൽ ഗുഡ്സ്. അതില് ഏത് മോഡലുണ്ട്? 2019. 10 മോഡലാ? എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടം കറക്റ്റ് അല്ല, അതായത് കിലോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഒന്നിന് മേലെ ഉണ്ടോ? ഒന്നുമില്ല, വളരെ കുറഞ്ഞ ഓട്ടം തന്നെ ഉള്ളൂ. ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഒന്നാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. പുതിയ പേപ്പറാണ്. പുതിയ പേപ്പർ. 2026 വരെ ടെസ്റ്റ് ഉണ്ട്. 25 മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട്. അതന്നെ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കും. അതെ. എത്ര ചോദിക്കണ്ടേ? ഇത് 1.65. 1,65,000 ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൊടുക്കും. അതെ അതെ. ലോൺ കയറൂലേ? ലോണ് കയറും. എത്ര കയറുമ്പോ? ലോണ് ഒരു 1.5 ലക്ഷം ലോൺ കയറും. 1.5 ലക്ഷം ലോൺ കയറും. അതെ. വെറും 15,000 അല്ലെ 10,000 വണ്ടി ഇറക്കാം. എത്ര കൊടുക്കുള്ളൂ? അതെ. ഇത് ഡീസൽ ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് 30. ആ ലെവലിൽ എന്തായാലും മൈലേജ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. 28, 27 അങ്ങനെയൊക്കെ. അല്ലേ? വെറും 10,000 മുടക്കില് സിംഗിൾ ഓണർഷിപ്പ് കൊണ്ടുപോകല്ലേ? പിന്നെ അടുത്ത് കുറഞ്ഞ 2 ഓട്ടോറിക്ഷ. അത് ഓട്ടോറിക്ഷയാണ്. അതും അതിലാണ്. അതിലാണല്ലേ? 2019 മോഡലാണ്. 20 റേസർ ആണ്. 10 മോഡൽ 20 രജിസ്ട്രേഷൻ. നമ്മള് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ എടുത്ത് ക്ലിയർ ആയിട്ട് കൊടുക്കും. ക്ലിയർ ആയിട്ട് കൊടുക്കും. ഇത് ഓടിയിട്ട് പറയാൻ പറ്റുന്നാല്? ഇത് ഓടിയത് 66,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലേ? അതെ അതെ. ഒന്നുകൂടി വൃത്തിയാക്കാണ്ട് നമ്മള് വൃത്തിയാക്കിയിട്ട് കസ്റ്റമർ കൊടുക്കുള്ളൂ. ഓക്കെ. ഫുള്ള് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. അതെ. ചൊറുക്കാക്കിട്ട് കൊടുക്കുള്ളൂ. അതെ അതെ. എത്ര വണ്ടികളാണ് ചോദിക്കണതാല്? ഇത് 2 ലക്ഷം രൂപ പുതിയ പേപ്പറില്. പുതിയ പേപ്പറിൽ 2 ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. അതെ. ഇതുമേ ലോൺ കയറുന്നാല്? ഇതിമേ ലോൺ കയറും. എത്ര കയറും? ഇതിമേ ഒരു 1,70,000. ആ ലെവലിൽ ലോൺ കയറും. ചെറിയ മുടക്കില്ല. 10 അല്ലെങ്കിൽ 10-20 മുടക്കിലൊക്കെ ഒരു 10 ആ ലെവലിൽ മൈലേജ് കിട്ടാം. അടുത്ത വണ്ടി വീണ്ടും ഒരു ആപ്പ ഗുഡ്സ് ആണല്ലോ. അത് 2021 മഹീന്ദ്ര അൽഫ പ്ലസ്. മഹീന്ദ്ര അൽഫ പ്ലസ് അല്ലേ? സെൻസർ ടൈപ്പ് വണ്ടിയാണ്. സെൻസറിലാണ്. അതെ. കാറിലൊക്കെ സെൻസർ തന്നെ മാതിരി ഇതിൽ. അതെ അതെ അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 19 ഓടിക്കുന്നുണ്ട്. അതെ. വെറും 19,000 ഓടിക്കുള്ളൂ. അതെ അതെ. അല്ല, അതില് ബാറ്ററി ഇല്ലാത്തോണ്ട് ഇത് കാണില്ല. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് അല്ലേ? അതെ അതെ. നല്ല വൃത്തിയുള്ള വണ്ടിയിലെ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ. അതെ അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മള് 1,40,000 ചോദിക്കണ്ടേ? ഒക്കെ ചോദ്യം മാത്രമേ ഉള്ളൂ. അതെ. കുറച്ച് കൊടുക്കാനുള്ള. കുറച്ച് കൊടുക്കാം. ലോൺ കയറുമ്പോ ലോൺ കയറും. ലോൺ കയറും. ഫുള്ള് കയറോ? ഫുൾ ഓൺലി വണ്ടി കൊടുക്കാം. ഉറപ്പ് കൊടുക്കണ്ട. എന്തായാലും മൈലേജ് എത്ര കിട്ടും? മൈലേജ് അതുപോലെ 25-30. ഉള്ളിൽ മൈലേജ് പറഞ്ഞു കൊടുക്കാല്ലേ? അതേപോലെ അല്ല അടിപൊളി. ഇത് മഹീന്ദ്രയുടെ ജീറ്റോ. 2020 മോഡലാ. 20 മോഡലാണല്ലേ? പുതിയ പേപ്പറാണ്. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. അതെ. ടാക്സിൽ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ? അതെ അതെ അതെ. എത്ര ഓടിക്കണ്ടെന്നാല്? ഇത് 37,000 കിലോമീറ്റർ ഓടിക്കണ്ട്. അതെ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് തുരുമ്പല്ലേ? അല്ലല്ല. അത് തുരുമ്പല്ലേ? നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടില്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതെ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണമെന്നാല്? ഇത് 2,40,000 ചോദിക്കണ്ട്. അതെ. അതിൽ കുറച്ച് കൊടുക്കും. എല്ലാം കുറവുണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ. ലോണുകൾ എത്ര കയറുമ്പോന്നാല്? ലോണ് 2 ലക്ഷം കയറും. എന്തായാലും കയറും. വെറും 40,000 മുടക്കില്ല നമുക്ക്? 40 വേണ്ട. എന്തായാലും പിന്നെ ഏകദേശം ഫുൾ ലോൺ കയറുന്ന വരെ നിലമ്പൂർ 2 പറയുന്നുള്ളൂ. അങ്ങനെയാണല്ലേ? ഓരോ പ്രൊഫൈലായിട്ട് മാക്സിമം ലോൺ ആവും. ഇതൊക്കെ ബാങ്കാ കയറാ? അതോ കിട്ടുമോ? ബാങ്കേ കയറും കയറും അല്ലേ? പ്രൊഫൈൽ നോക്കിട്ട് നല്ല പ്രൊഫൈൽ ഫുൾ ലോണോ അല്ലെങ്കിൽ മുടക്കിൽ ഇറക്കും ചെയ്യാനല്ലേ? ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടുന്നാല്?
ഇത് 30 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയല്ല അടിപൊളി സുപ്രോ അല്ലേ? അതെ, മഹീന്ദ്ര സുപ്രോ. മഹീന്ദ്രന്റെ സുപ്രോ ആണ് അല്ലേ? വെറും 11,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഒക്കെ ലോ കിലോമീറ്റർ വണ്ടികളല്ലേ? അതെ അതെ അതെ. 11,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഒന്ന് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അതെ. വേറെ റീപ്ലേസുകളൊന്നും ചെല്ലോ? റീപ്ലേസ് ഇല്ല. പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കും. അതെ. ഇത് 2022 4ാം മാസം രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. 22 മോഡൽ 4ാം മാസം 22 രജിസ്ട്രേഷനും 21 മോഡലും അങ്ങനെയാണല്ലേ? 21, 22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതെ. എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? ഇത് നമ്മള് 4,20,000. 4,20,000 എന്തായാലും കുറച്ച് കൊടുക്കും. പുതിയ പേപ്പർ എടുത്തു കൊടുക്കും. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? അതെ അതെ. ലോൺ എത്ര കയറുമ്പോ? ഇത് ഫുൾ ഓണറും. ഫുൾ ഓണ? 4,20,000 4,20,000 ലോൺ കയറൂല്ലേ? അതെ. അപ്പൊ വരുന്നവർക്ക് പൈസ ഒന്നും മുടക്കണ്ട, വണ്ടി കൊണ്ട് പോവാ, ഓർഡിനേഷൻ പൈസ അടിച്ചാൽ മതി. അതെ അതെ. അതാണ്. മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ? മൈലേജ് ഒരു 20. ആ ലെവലില് മൈലേജും കിട്ടുമല്ലോ. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ സുപ്രോ വാൻ ആണല്ലേ? ഒരു മിനി വാൻ അല്ലേ? അതെ അതെ. ഒമ്നിമാര് വാൻ, കുറച്ച് വീതി വിസ്താരമുള്ള വണ്ടി. അതെ. എങ്ങനെ മോഡലായിരുന്നാല്? ഇത് 2016 മോഡലാണല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസുകള് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മാറിയിട്ടുണ്ട്. മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്. എത്ര നമ്മളെ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഈ ചോദിക്കുന്നതില 2,90,000. 2,90,000 ചോദിക്കണ്ടേ? അതെ. എന്തായാലും കുറച്ച് കൊടുക്കും. അതെ. ഇത് 7 സീറ്റല്ലേ? 8 സീറ്റ് വരുന്നുണ്ടല്ലേ? വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലേ? കുഴപ്പമൊന്നുമില്ല. ഒന്നൊരു ചെക്ക് ചെയ്തിട്ടോണ്ടല്ലേ? അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് 2,90,000. ലോൺ എത്ര കയറും? ലോണ് 2 ലക്ഷം രൂപ മുകളിലായിട്ട് കയറും. പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? എത്ര കുറച്ച് പറഞ്ഞാലും കൂട്ടി പറഞ്ഞാലും പ്രൊഫൈൽ ഉഷാറാണ്. അതെ. എന്തായാലും ഒരു 10-60 രൂപ വണ്ടി ഇറക്കാം. ഇത് ഡീസൽ പെട്രോളാ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? ഇത് 20. ആ ലെവലിലെ മൈലേജ് കിട്ടും. ഒരു ഫാമിലി പർപ്പസിന് പറ്റും. നല്ല അടിപൊളി വണ്ടി. പറ്റും. പിന്നെ സെയിൽസിനൊക്കെ പറ്റും. അങ്ങനെയും പറ്റും. ഇനി കുട്ടികളെ കൊണ്ടാണ് അങ്ങനെയും പറ്റും. എല്ലാത്തിനും പറ്റിയ വണ്ടിയില്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു ജീറ്റോ പ്ലസ് അല്ലേ? കൂടെ കെട്ടിയ വണ്ടിയില്ലേ? സെയിൽസിന് പറ്റിയ വണ്ടി. എങ്ങനെ മോഡൽ വരുന്നാല്? ഇത് 2021 മോഡല്. അല്ല, 2022 മോഡല്. 2022 മോഡലാണല്ലേ? ഓക്കെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 28,000 കിലോമീറ്റർ ഓടിക്കണ്ട്. അതെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പാ? അതെ. റീപ്ലേസുകളുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം വണ്ടി തന്നെയാണല്ലോ? നല്ല വെള്ള വണ്ടിയാ. നല്ല അടിപൊളിയായിട്ട് ടാക്സി അല്ല സാധനം കൊണ്ടാനൊക്കെ പറ്റിയ വണ്ടി അല്ലേ? അതെ. സെയിൽസ് വണ്ടിയാണ്. സെയിൽസ് വണ്ടിയിൽ ഉഷാർ വണ്ടി. അതെ. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാ? അതെ അതെ. എല്ലാവരും ക്ലിയറാ? അതെ. എത്ര വണ്ടികളാണ് ചോദിക്കണെന്നാല്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 4,20,000 ചോദിക്കണ്ട്. അതെ. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും? അതെ അതെ. ഇതുമ്പോ ലോൺ കയറുന്നാല്? ലോൺ കയറും. എത്ര കയറും? ഫുള്ളാ കയറുമോ? ഒരു 3.5 ലക്ഷം എന്തായാലും കയറും. 3.5 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. അതെ. എന്തായാലും ഒരു 50-60 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അതെ അതെ. നോക്കാം നമുക്കല്ലേ? അതെ. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? ഇത് എത്ര മൈലേജിലും ഡീസൽ ആകുമ്പോ? ഇത് ഒരു 28 കിലോമീറ്റർ 27 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ആ ലെവലിലെ മൈലേജ്. അതേമാതിരി തന്നെ വേറെ സുപ്രോ ഉണ്ടല്ലോ? മഹീന്ദ്ര സുപ്രോ. ഇത് 2022 മോഡൽ AC പവർ സ്റ്റാറിംഗ് വണ്ടി. AC പവർ സ്റ്റാറിംഗ് വരുന്ന സുപ്രോ ആണല്ലേ? അതെ അതെ. 22 മോഡൽ ഉണ്ടല്ലോ? 22 മോഡൽ. കിലോമീറ്റർ ഓടിക്കണ? കിലോമീറ്റർ 76 ഓടിക്കണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? വണ്ടി റീപ്ലേസ് ഒന്നും ചെയ്യല? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കുന്നത്. പുതിയ ടെസ്റ്റ് എടുത്തു കൊടുക്കും. ഫുൾ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കും. എത്ര നമ്മൾ ചോദിക്കണതാലേ? ഇത് 5,25,000 ചോദിക്കണ്ടേ? അതെ. കുറച്ച് കൊടുക്കും. വണ്ടി കൊടുക്കും. ലോണ് കാര്യങ്ങള്? ലോണ് എന്തായാലും ഒരു 4 ലക്ഷം ലോൺ കിട്ടും. മാക്സിമം ലോൺ എന്തായാലും ഒരു 19 രൂപ പ്രൊഫൈൽ മെയിൻ ആയിട്ട് പറഞ്ഞില്ല. നല്ല പ്രൊഫൈലാണ്. ഫുള്ളോ ഫുള്ള് കയറില്ല. പ്രയാസമാണല്ലേ? ഇത് എത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ? ഇത് ഒരു 20 തന്നെ. ആ ലെവലിൽ മൈലേജ് കിട്ടും. അതേമാർക്ക് തന്നെ വീണ്ടും ഒരു ഇത് മാരുതി സൂപ്പർ കാരില്ലേ? ഓക്കെ. എങ്ങനെ മോഡൽ? പെട്രോൾ വേരിയന്റ് ആണത്. പെട്രോളാ? അപ്പൊ കംപ്ലൈന്റ് വരില്ല. കംപ്ലൈന്റ് വരില്ല. അടിച്ചു പൊളിച്ച് മോഡലാ? അതെ അതെ. എങ്ങനെ മോഡൽ? ഇത് 2020 മോഡല്. 2020 മോഡലല്ലേ? വെറും 27,000 കിലോമീറ്റർ ഓട്ടം. 27,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ? അതെ. നല്ല വൃത്തിയുള്ള ഫുൾ പക്ക വണ്ടിയില്ലേ? അതെ അതെ അതെ. തുരുമ്പ് കാര്യങ്ങളും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയില്ലേ? അതെ അതെ. എത്ര ചോദിക്കണം നമ്മള്? ഇത് 2.5 ലക്ഷം രൂപ. ചോദ്യം മാത്രമാണ്.
അതെ, പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും 2.5 ലക്ഷം. 2 ലക്ഷത്തിൽ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് റോട്ടിൽ ഇറങ്ങുള്ളൂ. അതെ അതെ അതെ. ഓക്കെ. ലോൺ എത്ര കയറുമ്പോ? ലോണ് 2 കയറും. 50,000 മുടക്കിൽ നമുക്ക് ഈ വണ്ടി സൂപ്പർ കാരി ഉണ്ടാക്കാം. അത് പെട്രോൾ ആണല്ലേ? അതെ അതെ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 13. ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്കാം. അതെ അതെ. പണികൾ വരൂല, പണികൾ ഉഷാറായിട്ട് ഓടിക്കല. മെയിൻ്റെനൻസ് ഉണ്ടാവില്ല, പക്ഷെ മൈലേജ് കുറച്ച് കുറവുണ്ടാവും. പക്ഷെ അതിന് പൈസ ഉണ്ടാക്കാൻ നമുക്ക് കംപ്ലൈന്റ് വരാത്തോണ്ട്. അടുത്ത വണ്ടി അതേമാതിരി ചെറിയ ജീത്തോ ആണല്ലേ? ജീത്തോ പ്ലസ്. 2022 മോഡലാണ്. 22 മോഡലല്ലേ? 29,000 കിലോമീറ്റർ ഓടിയുണ്ട്. പുതിയ പേപ്പർ ടെസ്റ്റ് നമ്മൾ എടുത്തു കൊടുക്കും. എല്ലായിടത്തും ക്ലിയർ ആയിട്ട് കൊടുക്കും. അതെ. 29,000 ആ ഓടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് എത്ര ചോദിക്കണെന്നാലേ? ഇത് നമ്മള് 4 ലക്ഷം. 4 ലക്ഷം ചോദിക്കണ്ടേ? അതെ. അതിൽ പിന്നെ എന്തായാലും കുറക്കാണ്ടാവൂലേ? ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. അതെ അതെ. ലോണ് കാര്യങ്ങളുണ്ടോ? ലോണ് കയറും. എത്ര? 3.5 ലക്ഷം. 3 ലക്ഷം ലോൺ കയറും. എന്തായാലും ചില മുടക്കില് 10-50 രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കാല്ലേ? ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ്? ഇത് ഡീസൽ തന്നെയാണ്. ഇത് 27 കിലോമീറ്റർ ആ ലെവലില് മൈലേജ് കിട്ടും. പിന്നെ ഉള്ളിക്കാര് പറയാലോ. അതെ. അതേമാതിരി തന്നെ ഒരു 2022 ജീത്തോ പ്ലസ് സെയിം തന്നെയാണല്ലേ? ഇതിനെ ഗ്രില്ലൊക്കെ വെച്ചുകൊള്ളല്ലേ? എങ്ങനെ മോഡൽ? 2022 പുതിയ പേപ്പർ എടുത്തു കൊടുക്കുന്നത്. 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ് ആകാത്ത മേജർ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ല, തുരുമ്പ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എല്ലാം കൂടി ഉഷാറല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് 3.85. 3,85,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. അതെ. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാമല്ലോ? അതെ അതെ. ലോൺ മാക്സിമം കയറുമോ? 3.5 ലക്ഷം കയറും. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഫുൾ ഓൺ വണ്ടികളുണ്ട്, ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റിയ അങ്ങനത്തെ വണ്ടികളുണ്ട്. എന്തായാലും 10 മൈലേജ് കിട്ടൂലേ? കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി 2 ബൊലേറോകൾ ഒരു ദോസ്തുല്ലേ? അതെ. ആദ്യം ബൊലേറോ ആയിക്കോട്ടെ അല്ലേ? ആദ്യം ബൊലേറോ. എങ്ങനെ? 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 1 ലക്ഷം ഓട്ടം. ആ വണ്ടിയുണ്ട്. അതെ. കറക്റ്റ് ഓട്ടേക്കാരല്ലേ? കറക്റ്റ് ഓട്ടേക്കാരം. തിരിച്ചിലും മറിച്ചിലും ഒന്നും ഉണ്ടാവില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് വരാം. 1,08,000 ഇതിന്റെ ഓട്ടം. ഓടി കാണില്ലേ? തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കൊണ്ട് ഉഷാറല്ലേ? അതെ. പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ടല്ലേ? മാക്സി ട്രക്ക് ആണ്. ഇത് ഓണർഷിപ്പ് എത്ര? 1 സിംഗിൾ ഓണർഷിപ്പില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 4,20,000. 4,20,000 ഈ വലിയൊരു വണ്ടിക്ക് ചോദിക്കുന്നത്. പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടാണ് പറഞ്ഞല്ലേ? അതെ അതെ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. ലോൺ എത്ര കയറുന്നാല്? ലോണ് ഫുള്ള് കയറും. ഫുള്ള് കയറും. ഫുൾ ലോണില് പോലെ ഇറക്കാം. അതെ അതെ. ഉറപ്പ് മുടക്കാതെ ഉണ്ടാവല്ലേ? പ്രൊഫൈൽ നമ്മള് മെയിനായിട്ട് പറഞ്ഞില്ല. പ്രൊഫൈൽ നമ്മള് മെയിനായിട്ട് പറഞ്ഞത്. ഇത് എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ? ഇതൊരു 15. അല്ല കിട്ടുള്ളൂ. 15-16 മൈലേജ് അത്ര കിട്ടുള്ളൂ. അതേമാതിരി വീണ്ടും ഒരു ബൊലേറോ. അത് ബൊലേറോയുടെ സിറ്റി പിക്കപ്പ് ആണ്. സിറ്റി പിക്കപ്പ് ആണല്ലേ? ഞങ്ങളുടെ മോഡലുണ്ട്. ഇത് 2021 മോഡലാണല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലിയർ ആക്കി കൊടുക്കുള്ളൂ. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 36,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നില്ലേ? എല്ലാം ക്ലിയർ ആക്കി ചൊറുക്കാക്കി വണ്ടി കൊടുക്കുള്ളൂ. അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് 5,80,000 ചോദിക്കുന്നുണ്ട്. അതെ. അതിലെന്തായാലും കുറച്ച് കൊടുക്കും. അതെ. ഇതുമേ ലോൺ കയറൂലേ? ഫുൾ ലോൺ കയറുമോ? ഫുള്ള് കേറേണ്ടതാണ്. 5 ലക്ഷം ലോൺ കയറും. 5 ലക്ഷം എന്തായാലും ലോൺ കയറും. എന്തായാലും നോക്കാം നമുക്ക്. മാക്സിമം ലോൺ അല്ലെ? ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. അതെ. എത്ര മൈലേജ് ഇതിനും? ഡീസൽ ആകുമ്പോ സെയിമാ? ഇതും സെയിം തന്നെയാണ്. 16 ആ ലെവൽ തന്നെ. 15 ആ ലെവല് മൈലേജ്. വേറെ പണികളൊന്നും വരില്ലല്ലേ? ഇല്ല. അത് നല്ല ബൊലേറോ സൂപ്പർ വണ്ടി. സൂപ്പർ വണ്ടി ആണല്ലേ? എല്ലാവർക്കും അറിയാം, ഓടിക്കുന്നവർക്ക് അറിയാം. അടുത്ത നല്ല അടിപൊളി ദോസ്താണല്ലോ. അത് 2017 വണ്ടി. 17 മോഡല്. അതെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 58,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 3rd നിലവിലുള്ളല്ലേ? റീപ്ലേസുകളോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മേജർ കാര്യങ്ങളാണ്? സ്ട്രോങ് ആണ്. അതെ. തുരുമ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലേ? ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. ഫുൾ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കും. അതെ. എത്ര വയ്ക്കുന്നുണ്ട്? ഇത് 4,20,000. 4,20,000 ചോദിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അതെ. ഇതുമ്പോ ലോൺ കയറൂലേ? ലോൺ കയറും. എത്ര? ഫുള്ളാ കയറുമോ? ഫുൾ കയറും. ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ഓണല്ലേ? ഒരു 30 വണ്ടി ഉണ്ടെങ്കിൽ 25 വണ്ടി ഫുൾ ഓൺ. ഒരു 5 വണ്ടി മാത്രമേ കുറച്ച് പൈസ മുടക്കിയാൽ മതില്ലേ? ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ തന്നെ ഉള്ളൂ.
മൈലേജ് കിട്ടും ഒരു 15 അങ്ങനെ ആ ലെവലിലാണ് മൈലേജിന്റെ കാര്യം പറഞ്ഞില്ലേ 15, 16, 17 അങ്ങനെ കിട്ടും. ആ ലെവലിൽ പറയാല്ലേ ഫ്രണ്ട്സ്. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലോ നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ വിടുകണം.